അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, 2026 നടക്കാൻ പോകുന്ന സമസ്ത വാർഷിക പരീക്ഷയിൽ ഒന്നാം തരത്തിലെ തഫ്ഹീമു തിലാവ എഴുത്തും വായനയും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സെക്ഷൻ 1, ചിത്രം നോക്കി വിട്ട ഭാഗം പൂരിപ്പിക്കാം. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കി അതിൻ്റെ വിട്ട ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത്. ഒന്നാമത്തതിൽ ഖൈലുൻ എന്നായിരിക്കും ഉണ്ടാവുക, രണ്ടാമത്തെ കലമുൻ, മൂന്നാമത്തെ ലബിയുൻ, അതേപോലെയുള്ള രണ്ടെണ്ണം പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇനി സെക്ഷൻ 2, ചിത്രങ്ങളുടെ പേരുകൾ അറബിയിൽ എഴുതാം. 1, 2, 3, 4, 5 ചിത്രങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരുകൾ അറബിയിൽ അതിൻ്റെ താഴെ എഴുതാനാണ് പറയുന്നത്. സെക്ഷൻ 3, സ്ലേറ്റിൽ നോക്കി താഴെ എഴുതാം. സ്ലേറ്റിൽ സറാഫത്തിനുണ്ട്, മസീലിനുണ്ട്, ഹുജജിനുണ്ട്, ഉസ്താദിൻ എന്നുണ്ട്. ആ സ്ലേറ്റിൽ നോക്കി അതേപോലെ അതിൻ്റെ താഴത്തേക്ക് എഴുതാനാണ് പറയുന്നത്. സെക്ഷൻ 4, അക്ഷരങ്ങൾ കൂട്ടി എഴുതാം. അക്ഷരങ്ങൾ കൂട്ടി എഴുതുമ്പോൾ ഫക്കീറുൻ ഒന്നാമത്തെ കോളത്തിൽ ഫക്കീറുൻ ഉണ്ടാകും, രണ്ടാമത്തതിൽ താവിലത്തുൻ, മൂന്നാമത്തതിൽ സിഗ്റുൻ. അത് കൂട്ടി എഴുതാനാണ് പറയുന്നത്. സെക്ഷൻ 5, വിട്ട ഭാഗം ലാപ്ടോപ്പിൽ നിന്നും എടുത്തെഴുതാം. അവിടെ ഒരു ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൽ 4 അക്ഷരങ്ങളാണുള്ളത്. അതിന് മേച്ചായ അക്ഷരത്തെ ചേർത്ത് എഴുതാനാണ് പറയുന്നത്. ഇനി തഫ്ഹീമു തിലാവ വായന, ഇപ്പോൾ എഴുത്താണ് പറഞ്ഞത്, ഇനി വായന എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അതിൽ സെക്ഷൻ 1, പദങ്ങൾ വായിച്ച് തൊട്ടു കാണിക്കാം. ഇവിടെ പദങ്ങളും കൊടുത്തിട്ടുണ്ട്, ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. പദങ്ങൾ വായിച്ച് അത് ഏത് ചിത്രത്തിൻ്റെ പേരാണ് എന്ന് തൊട്ട് കാണിക്കാനാണ് പറയുന്നത്. ഒന്നാമത്തത് ഫനസുനുണ്ട്, ഹാത്തിഫുനുണ്ട്, സൗറുനുണ്ട്, സറാഫത്തിനുണ്ട്, ഷലീഖിനുണ്ട്. ഇനി സെക്ഷൻ 2, പുസ്തകത്തിലുള്ള വാക്ക് വായിക്കാം. പുസ്തകത്തിൽ 4 പുസ്തകം ഇവിടെ നിവർത്തി വെച്ചിട്ടുണ്ട്, അതിൽ ഓരോ പുസ്തകത്തിലുള്ള പദമാണ് വായിക്കേണ്ടത്. ഒന്നാമത്തതിൽ സദുറുൻ എന്നുണ്ട്, രണ്ടാമത്തത് മരീലൻ, മൂന്നാമത്തത് ഷഹബാനു, നാലാമത്തത് ഇബ്തത്തുൻ. ഇനി സെക്ഷൻ 3, യോജിച്ച അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം. ഇവിടെ കുറേ സ്ട്രോബെറി കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ആ സ്ട്രോബെറിയുടെ ഉള്ളിൽ നിന്ന് ഓരോ അക്ഷരത്തെ ഈ വിട്ട ഭാഗത്തിലേക്ക് പൂരിപ്പിക്കുക. ഒന്നാമത്തതിൽ എന്തായിരിക്കും? ഇനബുൻ എന്നായിരിക്കും. രണ്ടാമത്തത് ലുഹുറുൻ, മൂന്നാമത്തത് ദിക്റുൻ, നാലാമത്തത് തിഫ്ലുൻ, അഞ്ചാമത്തത് കിർദുൻ. അങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി സെക്ഷൻ 4, ബലൂണിലുള്ള അക്ഷരങ്ങൾ വായിക്കാം. അവിടെ കളറുകളിൽ ബലൂൺ കൊടുത്തിട്ടുണ്ട്, ആ ബലൂണിൽ എഴുതിയ അക്ഷരങ്ങൾ വായിക്കുക. ഇനി സെക്ഷൻ 5, ചേർത്ത് വായിക്കാം. അതിൽ കാഫിൻ്റെ ആട് ചേർത്ത് വായിക്കേണ്ടത് കൽബുൻ എന്ന് വായിക്കണം, കത്തല എന്ന് വായിക്കണം. ദാ കൊടുത്തിട്ടുള്ളത് ദഹബുൻ, ദനബുൻ. വാദിൻ്റെ അടുത്ത് ലമഅ, ലഹുറുൻ. ഇങ്ങനെയാണ് ഒന്നാം തരത്തിലെ വാർഷിക പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ വിദ്യാർത്ഥികളെ ഇങ്ങനെയൊക്കെ വായിച്ച് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെയായിരിക്കും എക്സാം ഉണ്ടാവുക എന്ന് ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു പരീക്ഷയ്ക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.